ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സൺഡേ വ്ലോഗാണ് കേട്ടോ. നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കൺമണി, ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് പറയൂലേ? ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് പറയാൻ ഇത്രയും സമയം വേണോ? എന്നാ വേഗം പറയൂ. ഗുഡ് മോർണിംഗ് എവ്രി വൺ പറ. അപ്പോൾ സമയം 8:45 ഞാൻ 8 മണിക്ക് എഴുന്നേറ്റ്. അപ്പം എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിയൊക്കെ കഴിയും കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കൺമണിക്കൊരു സ്ലിപ്പർ ഓർഡർ ചെയ്തു എന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ, പറഞ്ഞു മോനെ. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും 8 മണിയായി. 8 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല കേട്ടോ. അതാണ് ഞാൻ പിന്നെ എഴുന്നേറ്റ് ഉടനെ വീഡിയോ എടുക്കാണ്ടിരുന്നത്. ഞാൻ എൻ്റെ നാത്തൂൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്നു. അത്രയൊക്കെ ഞാൻ ചെയ്തുള്ളൂ കേട്ടോ. ഇനിയാണ് എൻ്റെ ഒരു ദിവസം ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അശ്വിനും അമ്മയും അമ്മയുടെ സിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. പിന്നെ ഇന്നലത്തെ ഫുഡൊക്കെ ബാക്കി ഉണ്ടായതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാനും ചെറിയ അത്യാവശ്യമായിട്ട് എനിക്കിന്ന് പുറത്തൊക്കെ പോകാനുണ്ട്, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൺമണി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പരിപാടി ബെഡൊക്കെ റെഡിയാക്കാവുന്നതാണ്. ബെഡൊക്കെ ശരിയാക്കി കഴുകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മെഷീനിലിടുക. ഇതാണ് കേട്ടോ ആദ്യം പരിപാടി. കാരണം രാത്രി ആകുമ്പോഴേക്കും കൺമണി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും. ചില ദിവസം കുളിക്കും, പക്ഷേ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കുളിക്കാറില്ല. എന്നാലും അവൾ രാത്രി ആകുമ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പം അതൊന്നും പിന്നെ ഞാൻ രാത്രി കൊണ്ടുപോയിട്ട് മെഷീനിൽ ഇടാറില്ല കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും പുറത്തിടും. അപ്പോൾ അതൊക്കെ എടുത്ത് മെഷീനിലിട്ടിട്ട് നമുക്ക് ചൂടുവെള്ളം കുടിക്കാം. ഇന്ന് ഒരു ഓയിൽ മസാജ് ചെയ്യണം തലയിൽ. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. കുറച്ച് ദിവസമായി ഞാൻ മുടിയിൽ എണ്ണ ഇട്ടിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാം. ഞാൻ എന്താ ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കൺമണി എഴുന്നേറ്റിട്ട് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ആ റൂമിൽ പോയ സമയത്ത് പയ്യനൊരു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചു നോക്കാം. വിളിച്ചിനമ്മ ഓ പോയാ? അമ്മ നിങ്ങ എന്റെ വീഡിയോയില് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ സൗണ്ട് എന്റെ വീഡിയോയില് വരുന്നുണ്ട്. നിങ്ങളെ സൗണ്ട് എന്റെ വീഡിയോയിലുണ്ട് ഇന്ന്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. പറഞ്ഞോ കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ഞായറാഴ്ച അല്ലേ? ഓക്കെ. അതെ, എന്ന് പറഞ്ഞു അമ്പലത്തിൽ പോയിട്ട് ചെയ്തു. ആരെ? അമ്മമ്മേന്റെ അച്ഛന്റെ അമ്മമ്മേന്റെയാ? ഓക്കെ. ചായ കുടിക്കുന്ന കൺമണി ഉണ്ട്. കൺമണി ഇപ്പൊ എണീച്ചതേ ഇല്ലല്ലോ. ശരി ഓക്കെ. അമ്മയും അച്ഛനും കാഞ്ഞങ്ങാടിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ വേണ്ടി വിളിച്ചത് രാവിലെ. ഞാൻ എൻ്റെ അടുക്കളയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടോ. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എന്തോ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അനിയത്തി പറഞ്ഞു ഈ ഒരു
സ്റ്റാൻഡ് ഇവിടെ ആയിരുന്നു ഞാൻ വെച്ചോണ്ടിരുന്നത്. ഈ എണ്ണ ഇവിടെ ആയിരുന്നു. അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും ദൂരത്ത് നിന്ന് ഉപ്പെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീ എന്തിനാ അത് അവിടെ വെച്ചതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് കുറച്ചുകൂടി അടുത്തേക്കുള്ള എവിടെയെങ്കിലും വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു സ്റ്റാൻഡിനെ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് നമ്മുടെ എണ്ണ ഐറ്റംസിന് ഇവിടെ വയ്ക്കാം, പിന്നെ തവിയൊക്കെ ഇവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒരു 2 ഇത് ഞങ്ങളുടെ റൂമിലുണ്ടായ പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അത് പൊട്ടി വന്നത്. അപ്പം ഇതിന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുളച്ചു വരുന്നു. അന്ന് അമ്മാമ്മയുടെ ബ്രദറിൻ്റെ അടുത്ത് പോയപ്പം അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. പിന്നെ ഈ ഒരു മുട്ടി ഉണ്ടല്ലോ, ഇതിന് ഇത് ഞങ്ങൾ അന്ന് പത്മനാഭപുരം പാലസിൽ പോയിട്ടുണ്ടായിരുന്നു. മറ്റേ എവിടെയായിരുന്നു, കന്യാകുമാരിയുടെ അടുത്ത് സ്ഥലം ഞാൻ പറയാം, പത്മനാഭപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതെ. അപ്പം ഇതിന് 145 രൂപയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ 100 രൂപയ്ക്ക് അവരെനിക്ക് തന്നു കേട്ടോ. ഇത് ആമസോണിലൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു. ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് അത്രയും റേറ്റ് കൊടുത്തിട്ട് എങ്ങനെ വാങ്ങിക്കാമെന്ന് വെച്ച് വെച്ച സാധനമായിരുന്നു. അത് ഞാൻ ഇപ്രാവശ്യം ട്രിവാൻഡ്രത്ത് പോയിട്ട് വന്നപ്പോഴേക്കും വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇപ്പം കിച്ചണിൻ്റെ പുതിയ ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കുടിക്കണത്രേ, തമ്പാച്ചിയുടെ അടുത്ത് പോയി നോക്കി. ഓളെ കൂട്ടാണ്ട് പോയിനീന്ന്. പാല് വേണോ? എന്താ വേണ്ടേ? നോ. കുറച്ച് വെള്ളം ഒഴിക്കാം. കൺമണിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കൺമണി പാല് കുടിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അവൾക്ക് ഞാനിങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കാറ്, കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട്. വെള്ളം ഒഴിക്കുന്നത് അവൾ കണ്ടാൽ പറയും എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് പാല് മാത്രം മതി. കണ്ണു അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ പറയുന്ന ആളാണ്. ഞാനിന്ന് തലയ്ക്ക് എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് ഒരു അലോവേരയുടെ പീസ് കട്ട് ചെയ്തിട്ട് വന്നു. നമ്മുടെ വീട്ടിൽ മുന്നിൽ കുറച്ചൊരു ചെറിയൊരു തൈ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വളർന്ന് വന്നതിൽ ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് വന്നു. ഇതൊക്കെ എപ്പോഴെങ്കിലും ചെയ്യാറുള്ളൂ കേട്ടോ. മുന്നേയൊക്കെ ഞാൻ റെഗുലറായിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്ക് ഇതിനൊന്നും സമയം കിട്ടുന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് തിരക്കായി പോകുന്നു. ഞാൻ ആരോ പറഞ്ഞു ഈ വെളുത്തുള്ളി നല്ലതാണ് ഹെയർ ഗ്രോത്തിനാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 2 കഷ്ണം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാണ്. ഉള്ളിയൊക്കെ നല്ല കേട്ടോ, സവോളയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സവോളയുടെ സ്മെല്ല് എനിക്ക് ഒരു വല്ലാത്ത സ്മെല്ലാന്ന് തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാണ്. പിന്നെ ഇതിലേക്ക് ഉലുവ, പിന്നെന്തായിരുന്നു, ഉലുവ വേണം. ഉലുവ ഡാൻഡ്രഫിനൊക്കെ നല്ലതല്ലേ. ഉലുവ, പിന്നെ വെളിച്ചെണ്ണ, ഇത്രയും. പിന്നെ കറിവേപ്പില ഇത്രയും ഉണ്ട് കേട്ടോ. താഴെ വീണ് പോയി. ഞാൻ കയ്യിൽ കട്ട് ചെയ്യുന്ന അത്ര എക്സ്പേർട്ട് അല്ല. ഞാൻ മുന്നേ എണ്ണ കാച്ചി അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇവിടെ എണ്ണ കാച്ചാറുണ്ടായിരുന്നു. കൂടുതൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് അതും ഞാൻ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ലേസി ആയിക്കൊണ്ടിരിക്കുക ഞാൻ. പക്ഷേ അതിൻ്റെ കുഴപ്പം എൻ്റെ മുടിയിൽ കാണുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ, ഇവിടെ കണ്ടോ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തണുപ്പ് കാരണം എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. ഈ നോസിലൂടെ വരാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ. കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അനിയത്തി പറഞ്ഞു അവക്കും വേണമെന്ന് പറഞ്ഞു. ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ എണ്ണ കാച്ചിയെടുക്കാം. ഇൻസ്റ്റഗ്രാമിൽ ഒരു റീലിൽ കണ്ടു,
അപ്പം നമുക്ക് ഹെയർ ഫോൾ ഉള്ള ഏരിയയിൽ നമ്മൾ ഇതുപോലെ വെളുത്തുള്ളി ഇങ്ങനെ അരച്ച് കൊടുക്കുകയാണെങ്കിൽ വരാം ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ ബേബി ഹെയർസൊക്കെ ഗ്രോ ആവുന്നുണ്ടെന്ന് ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ കുറേ നാൾ മുന്നേ കണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വരുമോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാവേ. എനിക്കിപ്പോൾ മെയിനായിട്ട് ഒരു ഹെയർ ലോസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഏരിയ ആണ് കേട്ടോ. ഞാൻ ഇന്നലത്തെ ചിക്കൻ കറിയും ഗീ റൈസ് ഒന്ന് ചൂടാക്കി എടുത്തു. ഇത് മുട്ടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റിന് മുകളിൽ വെച്ചാണ് കേട്ടോ. അശ്വിനും അമ്മയും അനിയത്തമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഉപ്മാവ് കഴിച്ചിട്ട് വന്നു. അപ്പോൾ അവർക്കിനി ഉച്ചയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടു. അനിയത്തി ആണെങ്കിൽ റാഗിയുടെ ഒരു ഇത് കുടിച്ചു. അപ്പോഴേക്കും എല്ലാവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ. അപ്പോൾ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയും ബാക്കിയുണ്ട് കേട്ടോ റൈസൊക്കെ. അപ്പോൾ ഉച്ചയ്ക്കേക്ക് റൈസും അതുപോലെ തന്നെ പാക്കറ്റ് പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കറി ഒത്തിരി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഉച്ചയ്ക്കൊക്കെ അതൊക്കെ ഉണ്ടാക്കാനോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ലക്ഷ്മി അക്ക വന്നിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യാണ്. അപ്പം അക്ക വരുമ്പോൾ ഒരു 10:30 ആവും കേട്ടോ. അപ്പോൾ 10:30 വന്നു കഴിഞ്ഞാൽ ഒരു 11-11:30 ആകുമ്പോഴേക്കും അക്കയുടെ പരിപാടിയൊക്കെ തീരും. ഞാനപ്പോൾ ഇതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അക്കയ്ക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കണം. കാരണം അവർ ഫുഡൊന്നും കഴിക്കാറില്ല, പക്ഷെ അവർ ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അക്കയ്ക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ടിട്ട് ഇത് കഴിക്കാണ്. ಉಂಡ ತೋರಿಸು. ಅದೇ ಯಾಕೆ ಹಾಕಿದೆ ವಯೋ ವೇರಿಂಗ್ ಅದು ನಂದು ಹೋಲ್ ಸಣ್ಣದು ದೊಡ್ಡದು ಮಾಡ್ಲಿಕ್ಕೆಲ್ಲ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. സമയം 1:30 ഇവിടെ ബഹളാണ്, എന്തൊക്കെയോ ബഹളാണ്. അത് അവള് സാധാരണ ചെറിയൊരു കമ്പലായിട്ട് ഇടുക. അപ്പോൾ അവൾക്ക് വാങ്ങിച്ച ജുംക്കിയൊന്നും ഇതിനകത്ത് പോകുന്നില്ല അവളുടെ കാതിൻ്റെ അകത്ത്. അതുകൊണ്ട് വലിയൊരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആ ഹോള് കുറച്ചുകൂടെ വലുതാവുമെന്ന് വിചാരിച്ചിട്ട് അത് ഇന്ന് രാവിലെ മുതൽ ഇട്ട് നടക്കാം. ಗುಂಡ ನೀನು ಈ ಟಿಪ್ ವರ್ಕ್ ಆಯ್ತು ಅಂದರೆ ನಾವು ಹೇಳೋಣ ಅಲ್ಲ. ಓ ಆಗಿದೆಲ್ಲ. ಯಾವ ಫಂಕ್ಷನಿಗೆ ಆಗಿತ್ತು? സോണി മದುವೆಗೆ. നമ്മുടെ കസിൻ്റെ മാരേജ് വന്നപ്പോഴും സെയിം. ഏനാಯ್ತು? ഓക്കെ. ഇവിടെ വീട്ടിൽ ഭയങ്കര ബഹളാണ് കേട്ടോ. അപ്പോൾ കസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു 2022. അപ്പോൾ അവളുടെ മാരേജിൻ്റെ ടൈമിലും ഇവൾ ഇതേ സെയിം ട്രിക്കാണ് കേട്ടോ അന്ന് യൂസ് ചെയ്ത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ചിക്കൻ കറിയൊക്കെ നമുക്ക് മൈക്രോവേവ് വെച്ചിട്ട് ചൂടാക്കാൻ പോവാണേ. നമ്മുടെ പനീർ കറിയും ഒക്കെ ഉണ്ട്, ഒക്കെ ഇതിനകത്ത് ചൂടാക്കാം മൈക്രോവേവ്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട, കേരള പൊറോട്ട ഇപ്പം പാക്കറ്റ് പൊറോട്ട റെഡിയാക്കാം. പൊറോട്ട മാത്രം ചിലപ്പം കഴിക്കില്ല അവരുടെ കൂടെ. അപ്പോൾ കുറച്ച് ഒരു 2 കപ്പ് റൈസ് വെച്ചു. ഇത് വൈറ്റ് റൈസ് ആണ് കേട്ടോ. ഇത് പെട്ടെന്നാവും. ഞാൻ ഇവിടുത്തെ വൈറ്റ് റൈസ്, ഇവിടെ ഇത് സോണ മസൂരി ജീര റൈസ് എന്നാണ് കേട്ടോ ഈ ഒരു റൈസിനെ പറയാം. ഇതിന് 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കാം. സാധാരണ ചോറാണെങ്കിൽ. ഇനിയിപ്പം പുലാവ് അതുപോലെ എന്തെങ്കിലുമൊക്കെ പൊട്ടാറ്റോ റൈസ് അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞാൻ 1-1.5 കപ്പ് വെള്ളം എടുക്കാറുള്ളൂ. കുറച്ചും കൂടി എന്താ പറയുക, ഇങ്ങനെ കുറച്ചൊരു കട്ടിയുള്ള ചോറാണ് എനിക്ക് അങ്ങനെയൊക്കെ പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടം. പിന്നെ പുലാവ് ഉണ്ടാക്കുമ്പോൾ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ കുറച്ചൊക്കെ ആ വെള്ളമൊക്കെ നമ്മൾ അഡീഷണലി ആക്കുമല്ലോ. ഈ ജാറിലുള്ള വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അതിന് 1.5 കപ്പ് എടുക്കാറുള്ളൂ. പക്ഷെ സാധാരണ നമ്മൾ നോർമൽ റൈസ് കഴിക്കുമല്ലോ, നോർമൽ റൈസ് കഴിക്കുമ്പോൾ അതിന് ഞാൻ 1-2 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ് ഇട്ട് എടുക്കാറ്. എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ റൈസ്, അതായത് വൈറ്റ് റൈസ് കുക്ക് ചെയ്യുന്നത് ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റിൽ. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതിവിടെ ചെറിയൊരു 2 ലിറ്ററിൻ്റെ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. 2 കപ്പ്. ഇവിടുത്തെ കപ്പിൻ്റെ കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചെറിയ കപ്പാണ് കേട്ടോ. ഈ ചെറിയ കപ്പിൽ 2 കപ്പ്. ഈ 2 കപ്പ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും മതിയാവും. കാരണം പൊറോട്ടയും കൂടി ഉണ്ടല്ലോ. പിന്നെ ഞാൻ മൈക്രോവേവ് ചൂടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ കറണ്ട് ഇല്ല. അപ്പോൾ ചിക്കൻ കറി നമുക്ക് ഇതിൽ ചൂടാക്കാം. ഇന്നിപ്പോൾ ഇത് എന്ത് കാണിച്ചിട്ടാണെങ്കിലും ഇതിന്നിപ്പോൾ തീർക്കണം. കാരണം
വൈകുന്നേരം ഇന്ന് അമ്മാമ്മയൊക്കെ ഇങ്ങോട്ട് വരും. കുറച്ച് ദിവസമായി അമ്മമ്മയൊക്കെ 2 ദിവസമായി അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ട്. കാരണം ഫങ്ഷൻ ആയതുകൊണ്ട് അന്ന് മുതൽ ഇവിടെ ആയിരുന്നു. ഇല്ല അശു, ഞാൻ കണ്ടില്ല അശു. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ അധികം നിന്നതുകൊണ്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും പിന്നെ സാരിയൊക്കെ എടുക്കാനായിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക. പിന്നെ വൈകുന്നേരം വരും. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഉണ്ടാക്കി തീർക്കാം. പിന്നെ അമ്മമ്മ വന്നു കഴിഞ്ഞാൽ ഫുള്ള് വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ. അത് വെച്ചു. പിന്നെ പനീർ കറി ഉണ്ട്. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ബട്ടർ ചിക്കനാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റെസിപ്പി ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ബട്ടർ ചിക്കൻ. ഇത് അതുപോലെ തന്നെ പനീർ ബട്ടർ മസാല. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. സാധാരണ പനീർ ബട്ടർ മസാല അത്ര സ്പൈസി ഉണ്ടാവില്ല. പക്ഷേ ഞാനിവിടെ അമ്മയ്ക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം സ്പൈസി ആക്കിയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയത് ഈ ഒരു റെസിപ്പി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗീ റൈസും നാട്ടിലെ നല്ലൊരു സ്പെഷ്യൽ ഗീ റൈസാണ് കേട്ടോ. അതിനെയും ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്താ ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊറോട്ട എടുക്കാം. ഇതാണ് കേട്ടോ ഞാനിവിടെ വാങ്ങിക്കുന്ന കേരള പൊറോട്ട. കുറേ വർഷമായിട്ട് ഇത് തന്നെ വാങ്ങിക്കുന്നത്. നമുക്ക് ഇതിനൊന്ന് തവയിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. നാട്ടിൽ കിട്ടുന്ന അതേ പൊറോട്ട ടേസ്റ്റ് വരില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒപ്പിക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യോ അതുപോലെ എണ്ണയോ എന്താ വെച്ചാൽ തൂവി കൊടുക്കാം. ഞാൻ സാധാരണ നെയ്യാണ് കേട്ടോ. കറി തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടിരിക്കാം. റൈസ് ഓഫ് ചെയ്തു. പനീറും റെഡി ആയിട്ടുണ്ട്. അയ്യോ കണ്ണു കണ്ണു കണ്ണു. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സവാള റെഡിയാക്കുകയാണേ. Ashu, what are you doing? You're washing it. I'm washing and I'm putting inside the water. Water literally. Super. Uriela? Okay. See? It won't release the chemical if you keep it in the water. Okay, tell me the acid name. What? Why? എന്തുകൊണ്ടാണ് ഓണിയൻ മുറിക്കുമ്പോൾ നമുക്ക് കണ്ണ് കത്തുന്നത് പറയും? Hyaluronic acid. അല്ല. It's wrong. Yeah. ഏൻ ആസിഡ് ഇത്? നെനപ്പില്ല എനിക്ക്. അശു എന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട് കേട്ടോ. അശു ആസിഡിന്റെ പേരെന്താണെന്നറിയോ? സൾഫനിക് ആസിഡ്. ഞാൻ നോക്കിയിട്ടു എനിക്ക് ഈ എസില സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സൾഫ്യൂരിക് ആസിഡ് പോലത്തെ എന്തോ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ഞാനിപ്പോൾ ഗൂഗിളിൽ നോക്കി. സൾഫനിക് FENIC सल्फेनिक एसिड है. ಇದನ್ನು ಹಾಕ್ತೀನಿ. ಬಡಿ ಹೋಗ. ಟೂ ಅಟ್ ಎ ಟೈಮ್ ಆದ್ರೆ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം ഒരു ടെക്സ്ചർ ഉണ്ടാവില്ല അല്ലേ? അത് ಬೇರೆ. ಇದು I think it's a factory made or what. അതെ. ഒരു പാക്കറ്റ് എത്ര ഉണ്ടാവും? 10 എണ്ണാണോ? 8 rupees. അല്ല എത്ര ഉണ്ട് കൗണ്ട്? 10. ഒന്ന് 8 രൂപയാണ് കേട്ടോ ഇതിലിപ്പോൾ കണക്ക്. എല്ലാവർക്കും വിളമ്പി കൊടുക്കാണ്. പക്ഷെ അതിനെത്താ കുഴപ്പമില്ല. ഇത് അമ്മയുടെ പ്ലേറ്റ് ആണ് കേട്ടോ. ഇതിൽ ചിക്കൻ ഇല്ല. ഇത് പൊറോട്ടയും സവാളി, അതിലേക്ക് പനീർ കറി. കൊടുത്തിട്ട് വരാം. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉറങ്ങിയില്ല. കൺമണി കുറച്ച് സമയം ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പം സമയം 4 മണിയായി. ഇപ്പം ഇറങ്ങിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്.
എനിക്കിവിടെ മലയാള സമാജത്തിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം 17-ാം തീയതി നമ്മുടെ വീട്ടിലുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് അവരൊക്കെ ഞാൻ ക്ഷണിക്കാൻ വേണ്ടി പോവാണ്, ഞാനും അശ്വിനും കണ്ണും കൂടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കില്ലേ, അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങുകയാണ്. ഒരു ഇനി എത്ര പേരാണ്, ഒരു 4 പേരുടെ അടുത്ത് എനിക്ക് പോകാനുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനാണ് അവൾ. അപ്പം അവളുടെയും വീട്ടിൽ പോകണം. അങ്ങനെ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അശ്വിൻ ദാ ജസ്റ്റ് കുളിക്കാൻ കയറി, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൺമണീനെ എഴുന്നേൽപ്പിക്കണം, അവൾ ഉറങ്ങുകയാണ്. ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ എഴുന്നേക്കും, കാരണം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കാണുമ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേക്കും. മാലിതേ കണ്ണു കണ്ണു വെയിലില്ല അശു, വെയിലില്ല, സൺഗ്ലാസ് ആക്കി, സണ്ണയില്ല. നീനാ കുട്ടിയാ? അശ്വിൻ്റെ കൂടെ അവൾ എപ്പോഴും 2 വീലറിൽ പോകുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കും, അവൾക്ക് കിട്ടുന്നിടത്ത് തന്നെ ഉണ്ടാവും അവളുടെ ഒരു സൺഗ്ലാസ്. അങ്ങനെ എടുത്തു വെച്ചതാ. കണ്ണു അതവൾ ഊരി വെക്കും മോനെ. വെയിലില്ലല്ലോ. ഞങ്ങൾ അശ്വിനെ കളിയാക്കാറുണ്ട്, പക്ഷെ അശ്വിൻ ഇന്ന് സൺഗ്ലാസ് വെച്ചില്ല. അശ്വിനും അശ്വിൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഇവരുണ്ടല്ലോ, ഇവർ രണ്ടാളുണ്ടല്ലോ, ഇത് ഒരേ ചെയ്യില്ല. അശ്വിൻ്റെ തന്നെ നൈറ്റ് വിഷനൊക്കെ ഉള്ളതാണ് അവൻ വാങ്ങിച്ചത്. അപ്പൂപ്പനെ വെച്ച് കഴിഞ്ഞാൽ വയസ്സായില്ലേ, അപ്പോൾ ട്യൂബ് ലൈറ്റൊക്കെ അടിക്കുമ്പോൾ കണ്ണിനൊരു ഇറിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങുമ്പോൾ മാത്രമേ ഊരുള്ളൂ. അശ്വിൻ്റെ അമ്മയുടെ അച്ഛൻ അശ്വിനും ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്യും. അതായത് പുറത്തൊക്കെ പോകുമ്പോഴേ ആ സൺഗ്ലാസ് വെക്കും. അത് നമ്മളൊക്കെ അവനെ കളിയാക്കാറുണ്ട് സാധാരണ. അല്ലേ അശ്വ? വി യൂസ് ടു ടീസ് യു അല്ല? പക്ഷെ ഇന്ന് അതൊന്നും വെച്ചില്ല, ഇന്ന് സൺഗ്ലാസ് വെച്ചില്ല. അതെന്തായാലും സൺഗ്ലാസ് വെക്കണ്ട. നമ്മള് ഫസ്റ്റ് പോകുന്നത് റീജേച്ചിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. റീജേച്ചി കണ്ണൂരാണ്. റീജേച്ചിനെ ഞാനുണ്ടല്ലോ, റീജേച്ചിയുടെ ഒരു സിസ്റ്ററാണ് ആദ്യമായിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തെന്നാ പറഞ്ഞു കേട്ടോ. അവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയണം. കാരണം അവര് റീജേച്ചിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, ദാവണഗിരി ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ റീജേച്ചി എന്നെ ആദ്യം ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഫോളോ ചെയ്തത്. പിന്നെ എനിക്ക് യൂട്യൂബിൽ വന്നേ. അപ്പോൾ ഓണം പ്രോഗ്രാമിന് ഞാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് ചേച്ചീനെ നേരിട്ട് കാണുന്നത്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് അവിടെ പോയപ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാണ്, സ്വാതിയല്ലേ വ്ളോഗ് ചെയ്യുന്നില്ലേ, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ, നാട്ടിലിങ്ങനെ എൻ്റെ ചേച്ചി പറഞ്ഞതാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം റീജേച്ചിയുടെ അടുത്തേക്കാണ് പോണേ. കുറേ നാളായിട്ട് എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഞാനും ഇങ്ങനെ ഓരോ തിരക്കിലാവും. പിന്നെ വിളിക്കുമ്പോൾ റീജേച്ചിക്കും സുഖം ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒത്തിരി സമയമില്ല, ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടുവരാൻ മാത്രമേ ഇന്നിപ്പോൾ പറ്റുള്ളൂ. ഇനിയിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വേണം അവരുടെയൊക്കെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് പ്ലാന്. അശ്വിൻ കണ്ടിട്ടില്ല, അശ്വിൻ ഫസ്റ്റ് ടൈം കാണാം. അശ്വിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെ കുറിച്ചും. അതിനുശേഷം നമുക്ക് അമൃത എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, അവരുടെ വീട്ടിൽ പോകണം. അവർ നാട്ടിൽ കൊയിലാണ്ടിയാണ്. അവരെയും ഏട്ടനെയും അവരുടെ അമ്മേനൊക്കെ നമ്മൾ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് പോയപ്പോൾ പരിചയപ്പെട്ടു. പിന്നെ ശേഷം നമ്മൾ അയ്യപ്പ സ്വാമി, അതെന്തായിരുന്നു പരിപാടി, അന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അയ്യപ്പ സ്വാമിയുടെ പടിപൂജ ഉണ്ടായിരുന്നു അവിടെ. അതിന് വന്നപ്പോൾ അശ്വിനെ നമ്മളെല്ലാവരും പരിചയപ്പെട്ടു, കുറേ സംസാരിച്ചതാണ്. അങ്ങനെ അവരുടെ അടുത്ത് പോകണം. അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ആദ്യം നമ്മൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് വേറൊരാളുണ്ട്, അർച്ചനയുടെ വീട്ടിലും പോകണം. പിന്നെ ജബ്ബു. ഇത്രയും ആളാണ് കേട്ടോ എനിക്ക് ഇന്നത്തെ ലിസ്റ്റിലുള്ളത്. അല്ലേ അശ്വ? ജബ്ബു അശ്വിനും ഫ്രണ്ട് ಅಲ್ಲೇ ಜಪ್ಪು ಎಂಡ ಇಲ್ಲ ಅವಳಿಗೆ ಮಾಡೋಣ. ಅವಳು ಮನೆಗೆ ಗೊತ್ತು ನನಗೆ, ಹೋಗೋಣ ಅಲ್ಲಿ ಹೋಗಿ ಅವಳಿಗೂ ಆಂಟಿಗೂ ಕರ್ದು ಬರೋಣ. ಅಂತ ಹೇಳಿ ಬರ್ಲಿಲ್ಲ ಅಂತ ಅಯ್ಯೋ ಏನ್ ಮದ್ವೆ ಮಾಡೋಣ ಏನು ಡ್ಯಾನ್ಸ್ ಇವತ್ತಿಗೆ ಡ್ಯಾನ್ಸ್ ಪಾನ್ಸು ಹೆಂಗುಂಡಿ ನಮ್ಗೆ ಯೂತ್ ಯಾವ್ದದು ಆ ಸುದೀಪ್ ಆಡಿದ ಪೆಪ್ಪರ್ ಚಿಕನ್ ಮಾಡ್ತಾರೆ, ಬ್ಯೂಟಿಫುಲ್ ಇರುತ್ತೆ. ಸ್ವಲ್ಪ ಡ್ರೈ ತರ ಮಾಡಿ, ಪೆಪ್ಪರ್ ಡ್ರೈ ಚಿಕನ್ ಮಾಡಿ ಅಂತ ಮಾಡ್ತಾರೆ. ಯಾರು ಜ್ಯೂಸ್ ಕೊಡ್ಲೋ ಸಕ್ಕತ್ತಾಗಿರುತ್ತೆ. ಜ್ಯೂಸ್ ಯಾರು ತಂದಿದ್ದಾರೆ ಕಣ್ಣು? ಎಲ್ಲಿ ಬ್ಯೂಟಿಫುಲ್ ಇರುತ್ತೆ. ಕಬಾಬು ಎಣ್ಣೆ ಸುಳ್ಳೆ ಆಗೈತೆ ಅಷ್ಟು ಬೇಡ, ಅದು ಬೇಡ, ಬರೀ നമ്മളെല്ലായിടത്തും ക്ഷണിക്കാൻ പോയിട്ട് ഇപ്പം ജസ്റ്റ് വീട്ടിലെത്തിയുള്ളൂ കേട്ടോ. അതിൽ അമൃതേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കുറേ സമയം അവിടെ നിന്ന് സംസാരിച്ചു. ചേച്ചീൻ്റെ അടുത്ത് പോയി. ചേച്ചിയുടെ മക്കള് കൺമണിയുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആണ് കേട്ടോ. അപ്പം അവരൊരുപാട് സമയം കളിച്ചു. അപ്പം അങ്ങനെ മോൻ ബാസ്കറ്റ് ബോളൊക്കെ കളിച്ച് വരുന്നവർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും
സമയം 8:30 നമ്മൾ വരുമ്പോഴേക്കും മഹേഷും അനിത്തമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വരുന്നു പറഞ്ഞിട്ട് ഗുണ്ട പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇനി രാത്രി ഞങ്ങളോട് പറഞ്ഞു ഫുഡ് കഴിക്കേണ്ട, പിസ്സ കഴിച്ചോ, അത് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അപ്പം മൈക്രോയിൽ കൺമണിക്കും ഒന്ന് വാങ്ങിച്ചു. കൺമണിക്ക് സാധാരണ വാങ്ങിച്ചു, ഇതിപ്പോൾ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ചോറുണ്ട് കേട്ടോ, ചോറും ചിക്കൻ കറിയും ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം ഇത് 2 പീസ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാമെന്ന്. ഇന്ന് രാത്രി പിസ്സയാണ് ഞങ്ങളുടെ ഡിന്നർ. ഡാഡി തിരിച്ചിട്ടിട്ടുണ്ടാവും. ഡാഡി അത് ഉൾട്ടാക്കിതിയാ? ഏതോ ഒരു ഇത് നമ്മൾ മാക്കത്തിരത്ത ബാറ്ററി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. ഇവിടെ വെക്ക്. മോനെ ഇത് ആര് തന്നതാ? ഏത് ചേട്ടൻ? കണ്ണിന്റെ ചേട്ടന്മാരല്ലേ? ചേട്ടന്മാർ ഇഷ്ടായോ? നമുക്ക് ചേട്ടന്മാരെ വീട്ടിൽ പോയാലോ? ഇന്ന് പോയിട്ടില്ലേ? ഇപ്പൊ അല്ല, സൺഡേ പോവാം. പോയാലോ ചേട്ടന്റെ വീട്ടില് കളിക്കാൻ? പോവല്ലേ? സ്പൈഡർമാൻ ഉണ്ടല്ലേ? സ്പൈഡർമാന്റെ മാസ്ക് ഉണ്ട്. ഇതെല്ലാരും പേടിപ്പിക്കൂല്ലേ കൺമണി? അശ്വൻ ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് ഉറങ്ങാൻ കേട്ടോ. കാരണം ഞങ്ങൾ ലേറ്റായിട്ടാണ് ഉറങ്ങാറ്. എന്താവും ഞങ്ങൾ രണ്ടുപേരും വഴക്ക് പറയായിരുന്നു. അശ്വ ഒരു വീഡിയോ എടുത്തു തരുമോ? വാ, വേഗം ഉറങ്ങുന്നു. എന്തിനോ ഇന്ന് ഉച്ചക്ക് ഉറങ്ങിയിരുന്നല്ലോ. ഉറക്കം വന്നോ? ഉറക്കം വന്നോ? This is for what? That's for me. Elke. Face ಗೆ. Achi? Till morning. Bye, Nikki. ಅಶೋ ಅಶ ಯಾರೋ ಹೇಳಿದ್ರು ಫೇಸಲ್ಲಿ ಗ್ಲಿಸರಿನ್ ಹಚ್ಬೋದಂತ. ಸೊ മുഖത്ത് ഗ്ലിസറിൻ തേച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ അവിടെ വായിച്ചു കേട്ടോ. അങ്ങനെ ഞാനൊരു ഗ്ലിസറിൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് നാളായി. പക്ഷെ ഞാൻ ദിവസമൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് തോന്നുമ്പോഴൊക്കെ യൂസ് ചെയ്യും. ഇപ്പോഴും മറക്കും. എനിക്കങ്ങനെ ദിവസം യൂസ് ചെയ്യാൻ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ഗ്ലിസറിൻ കണ്ണിൽ മുട്ടുമ്പം വെള്ളമൊന്നും വരുന്നില്ല കേട്ടോ. പക്ഷോ കണ്ണിന് മുട്ടുക നീര് പറ്റില്ല. ഓ ഓക്കെ ഓക്കെ. ഇത് തേച്ചിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നില്ല. ഞാനുണ്ടല്ലോ ഈ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ ഡാർക്ക് സർക്കിൾസിന് ഇങ്ക് നട്ട് എന്ന് പറഞ്ഞൊരു നട്ട് ഉണ്ട്. അശോ ഇങ്ക് നട്ട്, INK ഇങ്ക് നട്ട്. അപ്പോൾ എന്നോട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ എന്നെക്കാളും ചെറിയ കുട്ടിയാണ്. അപ്പോൾ പറഞ്ഞു ചേച്ചി അവരുടെ അമ്മയ്ക്ക് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഇങ്ങനെ അരച്ചിട്ട് തേച്ചിട്ട് പെട്ടെന്ന് കുറഞ്ഞു നശോ. അങ്ങനെ ഞാൻ അതിൻ്റെ കുറച്ച് റിവ്യൂസൊക്കെ വായിച്ചപ്പം അതിന് നല്ല ബെനിഫിറ്റ് ഉണ്ട് നശോ. ഇങ്ക് നട്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ അവിടെ എനിക്ക് മലയാളം വേർഡ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെനിക്ക് മനസ്സിലായില്ല. ഇത് ഞാൻ പിന്നെ എനിക്ക് ഐറ്റം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അവിടെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഇനി അതൊന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഡാർക്ക് സർക്കിൾസിനെ കുറിച്ച് ഒരുപാട് പേര് എനിക്ക് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. ചേച്ചി ഡാർക്ക് സർക്കിൾസ് കൂടുതലാണല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമാണ് എന്നത് മാത്രമല്ല, എനിക്ക് മുന്നേ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ആ ഒരു സംഭവം കൂടി ഞാൻ ട്രൈ ചെയ്തിട്ട് അത് വർക്കാവുകയാണെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേത് ഞങ്ങളുടെ ഒരു സൺഡേ വ്ലോഗായിരുന്നു. ഇന്നത്തെ സൺഡേ കുറേയൊക്കെ നല്ല 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 മൊമെൻറ്റ്സ് ആണ് കേട്ടോ. കാരണം എൻ്റെ നാത്തൂൻ കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നതിന് മുന്നേ ഉള്ള കൂടെയുള്ള കുറച്ച് നല്ല ദിവസങ്ങളാണ്. പിന്നെ ഞങ്ങൾക്ക് പുറത്തൊക്കെ പോകാൻ പറ്റി. നമ്മുടെ മലയാളി ഫാമിലീസിനൊക്കെ കണ്ട് അവരുടെ കൂടെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര. കൺമണിക്ക് 2 ചേട്ടന്മാരെ കിട്ടി. അതൊക്കെ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. കൺമണിയും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് സൺഡേ വ്ലോഗായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ. പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.